സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതേക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമയ പൂജ വൃശ്ചികത്തിലെ ഏകദാശി ദിവസം നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. ഉദയാസ്തമയമായ പൂജ മാറ്റാൻ തന്ത്രിയുടെ അനുമതിയോടെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. ഭക്തരുടെ സൗകര്യമനുസരിച്ചാണ് ഇതെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു. എന്നാൽ ക്ഷേത്രപ്രതിഷ്ഠയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് തന്ത്രിയുടെ ഉത്തരവാദിത്യമെന്നും ഭക്തരുടെ സൗകര്യം നോക്കി പൂജാസമയം മാറ്റേണ്ടതില്ല എന്നും കോടതി പറഞ്ഞു. വൃശ്ചികമാസ ഏകദശി ഡിസംബർ 1-നാണ്. ഉദയാസ്തമയ പൂജ അന്ന് നടത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. പൂജ തുലാമാസത്തിലെ ഏകദശിയായ നവംബർ 2-നും നടത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. തന്ത്രിക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഈ ദിവസവും ഉദയാസ്തമയ പൂജ നടത്തണമെന്നും കോടതി അറിയിച്ചു. വൃശ്ചിക മാസത്തിൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നുവെന്നതിനാൽ ഉദയാസ്തമയമായ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയത്. ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരം തന്ത്രി ദേവഹിതം നോക്കിയാണ് പൂജ മാറ്റാൻ അനുമതി നൽകിയതെന്നും അതിനായുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നെന്നും ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു.